അസ്സലാമു അലൈക്കും. നമുക്കിന്ന് അടിപൊളിയായിട്ടുള്ള ഒരു ടൊമാറ്റോ ടോസ്റ്റ് ഉണ്ടാക്കാം. വളരെ പെട്ടെന്നാണ്, നല്ല കളർഫുൾ ആയിട്ടുള്ള ഐറ്റം കൂടി ആയതുകൊണ്ട് പിള്ളേർക്കൊക്കെ നല്ലതായിട്ട് ഇഷ്ടപ്പെടും. ഇനി ആ ഒരു വിഭവം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാൻ 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഒരു 1/4 ഇഞ്ച് വലുപ്പത്തിൽ തക്കാളിയൊക്കെ ഒന്ന് മുറിക്കാം, വട്ടത്തിൽ തന്നെ. ആണ് അതിൻ്റെ ഒരു ഷേപ്പും ആ ഒരു ഫില്ലിങ് വെക്കാനുള്ളൊരു സ്പേസും കിട്ടുള്ളൂ നമുക്ക്. നല്ല ടേസ്റ്റുള്ള ഒരു ടോസ്റ്റാണ് ഉള്ളത്. നമുക്ക് ബ്രെഡ് ടോസ്റ്റൊക്കെ കഴിച്ചിട്ട് മടുത്തവർക്കും അതുപോലെ വെജിറ്റബിൾസ് ഒന്നും കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താൽ നല്ലതാണ്. ഇപ്പോൾ ഞാൻ ടൊമാറ്റോ മുറിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ പോർഷനെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് മാറ്റിയിട്ടാണ് വെക്കുന്നത്. ഇതുപോലെ എല്ലാതും 2-3 തക്കാളി ഇതുപോലെ മുറിച്ചെടുക്കാം. ഇങ്ങനത്തെ ഒരു ഷേപ്പിലാണ് വേണ്ടത്. നമുക്ക് അതിനുള്ളിൽ നിന്നെടുത്ത് പോർഷൻ നമുക്ക് വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കത് ഇതിൻ്റെ ടോസ്റ്റിൻ്റെ കൂട്ടിലേക്ക് ചേർക്കാവുന്നതാണ്. അതൊരു മാത്രം മാറ്റിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ആ ഫില്ലിങ് ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതേപോലെ തന്നെ എല്ലാ തക്കാളിയുടെയും ഉള്ളത് പോർഷൻ നമുക്ക് മാറ്റി വെക്കാം. വല്ലാണ്ട് കട്ടി കൂടി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തക്കാളി ഒന്ന് വെന്ത് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. പാകത്തൊരു കട്ടിയിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വെജിറ്റബിൾസ് വേവുന്ന കൂട്ടത്തിലും അതും വെന്ത് കിട്ടുന്നതാണ്. ഇതേപോലെ നമ്മൾ എല്ലാതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ. നമുക്കതൊന്ന് മാറ്റി വെക്കാം കട്ട് ചെയ്തിട്ട്. ഇനി നമുക്ക് ഫില്ലിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മുട്ടയാണ് ഞാൻ എടുക്കുന്നത്. ഒരു വലിയ ഉള്ളിയുടെ പകുതിയാണ്, നന്നായി ചെറുതാക്കി ചോപ്പ് ചെയ്തതാണ്. പിന്നെ ഒരു ക്യാരറ്റിൻ്റെ പകുതി ചെറിയതാക്കി ചോപ്പ് ചെയ്തത്. തക്കാളി, ചെറിയൊരു തക്കാളി ചെറുതാക്കി അരിഞ്ഞതാണ്. പിന്നെ ആ ഒരു കൂട്ടും കൂടി ഉണ്ടല്ലോ, അതും കൂടി. പിന്നെ ക്യാപ്സിക്കാണ്, ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി. എരിവിനായിട്ട് നമുക്ക് കുരുമുളക് ഒരു 1/2 സ്പൂൺ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർക്കാവുന്നതാണ്. ഒരു 1/2 സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് 1-2 സ്പൂണ് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം, നിങ്ങളുടെ ഇഷ്ടാനുസരണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എരിവൊക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കുരുമുളകോ അല്ലെങ്കിൽ പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. കൂട്ടിലേക്ക് എരിവും പുളിയൊക്കെ ഒന്ന് എത്താൻ വേണ്ടിയിട്ട് നമുക്കിതൊരു പാൻ എടുത്ത് ഞാൻ ചൂടാക്കിയിട്ടുണ്ട്. ആ ചൂടാക്കിയ പാനിലേക്ക് 1-2 ബട്ടറിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇപ്പം തന്നെ നമുക്ക് ഒന്നാകെ തീ കത്തിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ചൂടായതിന് ശേഷം ബട്ടർ ഉരുകിയിട്ട് നമുക്ക് ഈ ഒരു തക്കാളിയൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കത് തീ കത്തിച്ചാൽ മതി. ഇപ്പം ഞാൻ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഫില്ലിങ്ങും കൂടി ചേർത്ത് കൊടുക്കാം. നിറയെ വെജിറ്റബിൾസ് ഉൾപ്പെടുന്ന തരത്തിൽ ഫില്ലിങ് ചേർക്കാം. തീർച്ചയായിട്ടും കുട്ടികൾക്കൊക്കെ കഴിക്കാനും അതുപോലെ വെജിറ്റബിൾസ് ഇഷ്ടപ്പെടാത്ത കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒക്കെ കഴിക്കും അവർ. നല്ല ടേസ്റ്റായിരിക്കും. ഇനിയും കുറച്ചും കൂടി വെജിറ്റബിൾസ് വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഉൾപ്പെടുത്താവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 സൈഡൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം. ഇനി ഒലിവ് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ 2 ഭാഗവും നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു ഭാഗം വെന്തിട്ടുണ്ട്, നമുക്കിതൊന്ന് മറിച്ചിട്ടിട്ട് അടുത്ത സൈഡും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. നമുക്കിപ്പോൾ അതേ നമ്മൾ ടോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന അടിപൊളി ടോസ്റ്റാണ്.
അവർക്കൊക്കെ കളറ് ഇങ്ങനെ വെറൈറ്റി കളേഴ്സ് കാണുമ്പോൾ തന്നെ നല്ല ഇഷ്ടമാവും. പിന്നെ ഗസ്റ്റുകളൊക്കെ വരികയാണെന്നുണ്ടെങ്കിലും അവർക്കും കൊടുക്കാൻ പറ്റിയ നല്ലൊരു വെറൈറ്റി ഐറ്റം കൂടിയാണ്. എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഉണ്ടാക്കി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നിങ്ങൾ ഉണ്ടാക്കും. അത്രയ്ക്കും നല്ല അടിപൊളി ഐറ്റമാണിത്. ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം.